ഗൈസ്, ഞങ്ങളിപ്പോൾ ഇന്ന് നാര പാർക്കിലേക്കാണ് പോകുന്നത്. ഈ ട്രെയിൻ കണ്ടോ? ഇത് നാരയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇതിനകത്ത് ആ പിടിയൊക്കെ ഒരു മാനിൻ്റെ തലയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ട്രെയിനിൻ്റെ പെയിൻറ്റിങ്സ് കണ്ടോ? ഇത് മൊത്തം നാരയിലെ ടെമ്പിൾസും അവിടുത്തെ മരങ്ങളും അവിടുത്തെ മാനിനെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സാണ്. നല്ല ഭംഗിയില്ലേ? ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനിയും നാര പാർക്കിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ലോസൺ 7-Eleven, ലോസൺ. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് പാക്കറ്റഡ് ഫുഡ്സൊക്കെ വാങ്ങിച്ചത് കൂടുതലും. കാരണം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് കൂടുതലും സൂപ്പർ മാർക്കറ്റ്. പിന്നെ ബഡ്ജറ്റിൽ നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കാം. പെട്ടെന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ്സ് ഒക്കെ ചേഞ്ച് ആവുന്നത്. ഞങ്ങൾ ജപ്പാനിൽ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്ലൈമറ്റും ഞങ്ങൾക്ക് കിട്ടി. ഒരു ദിവസം നല്ല ചൂടായിരുന്നു, ഒരു ദിവസം ഫുൾ മഴയായിരുന്നു. രാവിലെ തൊട്ടേ മഴ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ കണ്ടോ, ഒരു മൂടി അടച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. നല്ല പ്ലസൻ്റ് ആയിരുന്നു. നമുക്ക് നടക്കാനൊക്കെ നമുക്ക് ക്ഷീണം തോന്നത്തില്ല. അതുപോലത്തെ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. നാര പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആയിരക്കണക്കിന് മാനുകളെ കാണാം. ഈ മാനുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ കാണുമ്പം നമ്മുടെ മുന്നിൽ അത് ബൗ ചെയ്യും. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് മാനുകളെ വളരെ സീക്രഡായിട്ടാണ് കാണുന്നത്. ഇവരെ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഹലോ, ഹായ്. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. 1880-കളിലാണ് നാര പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ മാനുകൾക്ക് നമ്മളെ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം എപ്പോഴും ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണുകയും അതുങ്ങൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നതായതുകൊണ്ട് ദേ ആർ യൂസ്ഡ് ടു പീപ്പിൾ. കണ്ടോ, ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ വന്നത്. കാരണം ഞങ്ങൾക്ക് ആ മാനുകൾ ബോ ചെയ്യുമോ എന്തൊക്കെ അറിയണ്ടേ. അപ്പം നമുക്ക് നോക്കാം. ഞങ്ങളിങ്ങനെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. എൻട്രി ഫ്രീ ആണ് നാര പാർക്കിൽ. ഇവിടെ കണ്ടോ ഒരാൾ എത്തി നോക്കുന്നേ. ഹലോ, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സ്മെല്ല്. ഇത് ചുറ്റിനും അപ്പിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു ഇവിടെ. കണ്ടോ, ഒരാൾ ഞങ്ങളെ പിന്തുടരുന്ന കണ്ടോ. ഞങ്ങളുടെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബാഗൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ പിന്തുടർന്ന് വരുന്ന കണ്ടോ ആൾക്കാർ. ഞാൻ ജപ്പാനിൽ വന്നിട്ട് ഇതുവരെ ചെറിപ്പൂക്കൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കുറേ ചെറി ബ്ലോസംസ് അവിടെ അങ്ങിങ്ങായിട്ടൊക്കെ നിൽക്കുന്നത് കാണുന്നത്. ഈ വർഷം നേരത്തെ തന്നെ ചെറി ബ്ലോസംസ് ഒക്കെ കഴിഞ്ഞിരുന്നു. April 1st വീക്ക് 2nd വീക്കിലൊക്കെ തന്നെ ചെറി ബ്ലോസംസ് കഴിഞ്ഞിരുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. ഒരാൾ കണ്ടു റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് നിൽക്കുന്നത്. അവിടെ ഒരു ട്രക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അതിലോട്ട് ഉടക്കി. അവിടെ ഐസ്ക്രീം വിൽക്കുക, പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഐസ്ക്രീം തിന്നാൻ കൊതി വന്നു. ഈ ക്ലൈമറ്റിൽ ഒരു ഐസ്ക്രീം തിന്നാൻ എന്തായിരിക്കും രസമല്ലേ. എന്നാൽ പിന്നെ ഇനി ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളും പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. എന്നിട്ട് തകർത്ത് ഫോട്ടോസ് എടുത്തു. കണ്ടാ സന്തോഷം. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഡിയറിന് കൊടുക്കാൻ സ്നാക്സും എല്ലാം കിട്ടുമോയെന്ന്. അല്ലാതെ ഏതിനേലൊക്കെ മെരുക്കാൻ ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക.
കിമോണോ ഒക്കെ ധരിച്ച് പോകുന്ന ഈ പെൺകുട്ടികളെ കാണാൻ നല്ല രസമില്ലേ? പക്ഷെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റെൻറ്റിന് എടുക്കാൻ കിട്ടും ഇങ്ങനത്തെ കിമോണോസ്. ഇവനെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുക. ഇവൻ മെരുങ്ങുമോ എന്ന് ഞാൻ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് കൂടി ഇരിക്കുക. പക്ഷെ ആശാൻ ഭയങ്കര തീറ്റയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാനും പേടിയാണ്. അവിടെ ഒരു ചേച്ചി കണ്ടോ, ഫുഡൊക്കെ കൊടുത്ത് മാനുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി അതിനോട് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഓർത്തു, ഈ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇതിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചാലോ. പേടിയുണ്ടേ, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി. ഞാനും ഒന്ന് അപ്രോച്ച് ചെയ്തു. ഞങ്ങൾ തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തി. കണ്ടോ അഭിനയം? ഞങ്ങൾ പോയി ക്രാക്കേഴ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കിനെ കണ്ടോ, ചുറ്റിനും എല്ലാം കൂടി അടിയായി. സംടൈംസ് ദേ ക്യാൻ ഗെറ്റ് അഗ്രസീവ് ടു. എൻ്റെ ചുറ്റിനും ഇങ്ങനെ മാനുകളൊക്കെ കൂടിയപ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ വന്ന് ചോദിക്കുകയും അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. Where did you buy I had to walk like around 5 minutes. Go straight then left side. Yeah. അതും പോരാഞ്ഞിട്ട് ഒരു പ്രാവ് കണ്ടോ കിടന്ന് കറങ്ങുന്നേ. അവരുടെ ഇടയിൽ നിന്ന് ആ ക്രാക്കേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ക്രാക്കേഴ്സൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് നമ്മൾ തോഡായിജി ടെമ്പിളിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചത്. 1630 ഏക്കറിലാണ് നാരാ പാർക്ക്. പാർക്കിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പിൾസും ഷ്രൈൻസുമാണ്. തോഡായിജി ടെമ്പിൾ, കസുഗോ തൈഷ ഷ്രൈൻ, കുഫുജി ടെമ്പിൾ, നാര നാഷണൽ മ്യൂസിയം, പിന്നെ ഡിയർ സോൺസ്. അത് നമുക്ക് പാർക്കിലും വാക്ക് വേസിലും ടെമ്പിളിന് ചുറ്റും എല്ലായിടത്തും നമുക്ക് ഡിയറിനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് തോഡായിജി ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗം. ഇതിനകത്തൂടെ കയറുമ്പോൾ നമുക്കൊരു ബുദ്ധ ഭഗവാന്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രേറ്റ് ബുദ്ധയുടെ ബ്രോൺസിലുണ്ടാക്കിയ സ്റ്റാച്ചു ആണിത്. ദായ്ബുത്സു എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദായ്ബുത്സുദൻ എന്നാണ് ഈ ഹോൾ അറിയപ്പെടുന്നത്. ബുദ്ധൻ ഇരിക്കുന്ന ഹോൾ എന്നാണ് അതിൻ്റെ മെയിൻലി അർത്ഥം. ഒരു ഫുള്ളി ഗ്രോൺ മനുഷ്യൻ്റെ വലിപ്പമാണ് ബുദ്ധൻ്റെ കൈപ്പത്തിക്കുള്ളത്. 6 ഫീറ്റ്. 15 മീറ്ററാണ് ആ പ്രതിമയുടെ വലിപ്പം.
അത്ഭുതം തോന്നിയ വേറൊരു കാര്യം, ഇവിടുത്തെ പില്ലറിൽ ഒരു ഹോളിൽ കൂടെ ആൾക്കാർ കടക്കുന്നത് കാണാം. ഇങ്ങനെ കടക്കാൻ കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. ടെമ്പിളിൻ്റെ പുറത്ത് വരാന്തയിൽ എല്ലാവരും ഇങ്ങനെ മഴ കാരണം നിരന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ ഡിയറിനെയൊക്കെ കണ്ട് അതിനെ എല്ലാവരും കൊഞ്ചിക്കുന്നതും അതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് കണ്ടുകൊണ്ട് ഞങ്ങളും അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ കണ്ടോ ഇതിനെ ഇട്ട് വട്ട് വെക്കുന്നത് കണ്ടോ? അതിനെ വിടുന്നില്ല, അതിൻ്റെ പുറകെ നടന്നതിനെ ഭ്രാന്ത് പിടിപ്പിക്കും. തണുപ്പത്തിങ്ങനെ മരവിച്ച് നിൽക്കുക. ആരെങ്കിലും ഫുഡൊക്കെ കൊടുക്കുമോ എന്ന് നോക്കി. ഹായ്. നടന്നു പോയ ആൾക്കാർ കുറേ സ്നാക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മഴ കുറച്ചൊന്ന് തോന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ അടുത്ത സ്ഥലം പിടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്ന് സ്റ്റേഷനിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇനിയും കാണാൻ പോകുന്നൊരു സാധനം. അത് അവിടുത്തെ ട്രഡീഷണലായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അവിടുത്തെ ഫേമസ് ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. ഈ മരങ്ങളുടെ ഇലകൾക്കൊക്കെ കളർ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജപ്പാനിൽ കൃത്യം 4 സീസൺസ് ഉണ്ട്: സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ഇതിലേത് സീസണിൽ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് അവിടുത്തെ കൾച്ചറൽ സെലിബ്രേഷൻസും നാച്ചുറൽ ബ്യൂട്ടിയും കാണാൻ നിങ്ങൾക്ക് കഴിയും. കിറ്റെറ്റ്സു ലൈൻ ഇതെടുത്തിട്ടാണ് നമ്മൾ നാരയിലേക്ക് വരുന്നത്. കിറ്റെറ്റ്സു നാര സ്റ്റേഷനാണിത്. നമ്മൾ പോകുന്നത് മാച്ച മോച്ചി ഉണ്ടാക്കുന്ന കാണാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഇത് മാച്ച മാച്ച എന്ന് പറയുന്നത് അവരുടെ ഒരു ടീ ആണ്. ആ ടീയുടെ പൊടി കൊണ്ടിട്ട് അവർ മോച്ചി ഉണ്ടാക്കുന്നത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ലൈൻ ഉണ്ടായിരുന്നു ആ കടയുടെ മുന്നിൽ. നമ്മളേതായാലും ഇനി ക്രോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം കാണാൻ പറ്റുമോ. ഇവിടെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. കാരണം ഇതുവഴി വണ്ടിയും പോകുന്നതായതുകൊണ്ട് അവർ അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ തേഞ്ഞു. ഇന്നത്തെ മോച്ചി മേക്കിംഗ് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഇനി മാച്ചാ മോച്ചി വാങ്ങിച്ചിട്ട് നമുക്ക് പോകാം. കണ്ടു ഗൈസ്, ഈ പുള്ളിയാണ് മോച്ചി മാസ്റ്റർ. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ മോച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങളൊരു ഷവർമ കൂടി വാങ്ങിച്ചു. ഷവർമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു വല്ലാത്ത മണം. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മാച്ച മോച്ചി കഴിച്ചിരിക്കുന്നു ഗായ്സ്. ഇതിനകം കണ്ടപ്പം എനിക്ക് നമ്മുടെ നാട്ടിലെ സുഗിയനാണ് ഓർമ്മ വന്നത്. ടേസ്റ്റ് എന്ന് പറയുന്നത് മാച്ചയുടെ ആ ബിറ്റർനെസ് ആണ് പുറത്തെ ഉള്ളത്, അകത്തെ ആ ഫില്ലിങ്ങിന് സ്വീറ്റ്നെസ് ആണ്. അവിടെ ഞങ്ങൾ മോച്ചി കഴിച്ചുകൊണ്ടിരുന്നപ്പം കുറേ ആൾക്കാർ ഇങ്ങനൊരു കോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തുവാ ഇതിൻ്റെ ടേസ്റ്റ്, ഇത് എന്താണ് ടേസ്റ്റ് എന്നറിയാം, ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചു. ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. മാച്ച ക്രീം ബ്രൂളെ. കാണുന്ന പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും വളരെ
രസമായിരുന്നു. അതിൻ്റെ പുറത്തെ മാച്ചയുടെ ക്രെപ്പും അകത്തെ ആ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഓരോ ബൈറ്റും ഇറ്റ് വാസ് ഗിവിങ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ടു ദ പാലറ്റ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഡൈഫുക്കു, ദ ഫേമസ് ഡൈഫുക്കു. പല ടേസ്റ്റിലും പല ഫ്ലേവേഴ്സിലുമുള്ള ഡൈഫുക്കു. ഞാൻ ഈ ഡൈഫുക്കുവിൻ്റെ ഒരു വലിയ ഫാൻ തന്നെ ആയിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പാട്ട് വരെ എഴുതിയിട്ടുണ്ട്, ഡൈഫുക്കു 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 ഡൈഫുക്കു. യാ, ഇറ്റ്സ് ക്രേസി റൈറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ ഞങ്ങളുടെ ട്രെയിൻ എത്തി. സോ വി ആർ ഹെഡിങ് ബാക്ക് ടു ദ ഹോട്ടൽ. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തെത്തി, ഞങ്ങളുടെ സ്ട്രീറ്റിലെത്തിയപ്പോൾ ദാ ഇവിടെ കോബെ ബീഫ് വെക്കും. എന്നാൽ പിന്നെ ഒരു കോബെ ബീഫ് കൂടെ കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളും ഒരു കോബെ ബീഫ് ഓർഡർ ചെയ്തു. ആ നിൽക്കുന്ന പെൺകുട്ടി ഒരു നേപ്പാളിയാണ്. ഇവിടെ ഒരുപാട് നേപ്പാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി അവരിങ്ങനെ ഷോപ്സിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ നിൽക്കുന്ന മിക്ക ആൾക്കാരും നേപ്പാളികളായിരുന്നു. ഞങ്ങളുടെ ഗ്രില്ല് ഒക്കെ റെഡി ആവുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. മഴയൊക്കെ പെയ്തെങ്കിലും ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറി. നമുക്ക് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കിനും മഴയൊക്കെ തോരും പെട്ടെന്ന് തന്നെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും നടക്കാം. 1500 yen ആണ് ഞങ്ങൾ ഈ ഗ്രില്ലിന് കൊടുത്തത്. ബീഫൊക്കെ റെഡിയായി. ഞങ്ങൾ സോസൊക്കെ ഒഴിച്ച് അത് എന്താ സന്തോഷം കഴിക്കാൻ. ഫൈനലി ദേ ലാസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി മോച്ചി. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ട ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ആ ടെക്സ്ചറും കളറും. വാവ്, ഭയങ്കര രസമാണ്. ഇതിനകത്ത് ക്രീം ഫില്ലിംഗ് ആണേ ഉള്ളത്. ഇതും ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് ഞങ്ങളുടെ ഡേ എൻഡ് ചെയ്യും. ഇത് സോഫ്റ്റാണെന്നറിയാമോ? ഫൺ ഫാക്റ്റ് കേൾക്കണോ? മോച്ചി കഴിച്ചിട്ടത് തൊണ്ടയിൽ കുടുങ്ങി എല്ലാ വർഷവും ജപ്പാനിൽ മരണം സംഭവിക്കാറുണ്ട്. പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യൽസ് വാർണിംഗ് കൊടുക്കാറുണ്ട്. മോച്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചവച്ച് കഴിക്കുക. പ്രായമായ ആൾക്കാരും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.